ഹായ് ഓൾ MJ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്കിൻ്റെ കവറാണ് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് പയർ, പരിപ്പ് എന്തിൻ്റെ കവർ വേണമെങ്കിലും ഇതുപോലെ എടുത്ത് ഇതുപോലൊരു നടുഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും എന്താണോ എടുക്കാനുള്ളത്, പയറാണോ കടല അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കവർ കിട്ടിയാൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി അത് ഇതിൽ നിന്നും മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടി ഒരു പാത്രത്തിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ കുട്ടികളുടെ മരുന്നൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ മൂടി ലൂസായിട്ട് ഇങ്ങനെ മരുന്ന് പോവാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഇതുപോലെ ഇനി റബ്ബർ ബാൻഡ് ഇട്ട് മൂടിയിടുകയാണെങ്കിൽ ഒട്ടും തന്നെ മരുന്ന് പോവില്ല കേട്ടോ. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി തന്നെ നല്ലൊരു അടിപൊളി ക്യാരറ്റ് പ്ലം കേക്ക് റെഡിയാക്കിയാലോ. കേക്ക് ചെയ്യുന്ന ടിന്ന് റെഡിയാക്കി വെക്കണം. അതിലൊരു ബട്ടർ പേപ്പർ പുരട്ടി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി വെക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഈത്തപ്പഴം, ഒരു ചെറിയ ക്യാരറ്റ്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ബദാം ഒന്ന് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വെള്ള ഭാഗം പെടാണ്ട് ചെറുതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് കൂടി 1 ടീസ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല ഫ്രഷായ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, ഞാനിവിടെ ഇതാ മിക്സിയുടെ ജാറിലൊന്നും അടിച്ചതല്ല, കൈകൊണ്ട് ഇതുപോലെ കുരു മാറ്റി പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് ഫുള്ളായി മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ അങ്ങനെ വെച്ച് ചൂടാറി ഇരിക്കട്ടെ. ഇനി ഇത് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് വെന്തും വരും, നന്നായി തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എത്തുന്നതായിരിക്കും. ഇനി ഇത് നമുക്കൊരു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 പ്രാവശ്യം നമുക്കിതൊന്നും ഇങ്ങനെ അരിച്ചെടുക്കണം. ഈ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ഡ്രൈ ആയ മിക്സിയുടെ ജാറോട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നന്നായി തന്നെ പെർഫെക്റ്റായി തന്നെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. ഇവിടെ 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒരു മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ലൊരു കുറുക്ക് പോലെയാണ് കേട്ടോ നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കാരമൽ ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഈ തവി വെച്ച് തന്നെയാണ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇവിടെ എല്ലാതും തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട കാരണം നന്നായി പതഞ്ഞ് വരാനും പിന്നെ നമ്മൾ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിന് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നമുക്ക് എല്ലാതും കൂടി കേക്ക് ടിന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു 10 മിനിറ്റ് മുൻപ് ഞാനിവിടെ ഒരു ബിരിയാണി പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിലേക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായി നമ്മൾ കേക്ക് ടിന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇതാ ഒരു ചെറിയൊരു ഹോളുണ്ട്. അവിടെ ഒരു ചെറിയൊരു കടലാസ് ഞാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് 1 മണിക്കൂറാണ് കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴേക്കും നമുക്ക് ഈ കേക്ക് നന്നായി തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളിത് ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായി തന്നെ ഒന്ന് ചുമന്ന് വരും കേട്ടോ. സൂപ്പർ ടേസ്റ്റിയുള്ള ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പുറത്തു നിന്നും കെമിക്കലുള്ള കേക്കൊക്കെ മേടിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഡബ്ബയിലേക്ക് പഞ്ചസാര, ഉപ്പ് എന്നിവയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറില്ലേ? അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുക്കുമ്പോൾ കൂടുതലുള്ള സമയത്ത് അതിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സ്പൂണൊന്ന് നമുക്കൊന്ന് കമിഴ്ത്തിയിട്ട് നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ അത് കയറുകയും ചെയ്യും. നമുക്ക് സിമ്പിളായി തന്നെ അതിൻ്റെ മൂടി അടയ്ക്കാനും പറ്റും. നമുക്ക് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാനും വളരെയധികം എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വളരെയധികം ഉപകാരമുള്ളൊരു ടിപ്സാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഇങ്ങനെ പീരീഡ്സ് ആവുന്ന സമയത്ത് വയറുവേദന അല്ലെങ്കിൽ കറക്റ്റ് പീരീഡ്സ് ആവാത്ത സമയമൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം നമുക്ക് 1/2 ഗ്ലാസ്സാക്കി മാറ്റിയെടുക്കണം. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷവും രാവിലെ വെറും വയറ്റിലും കുടിക്കണം. അത് എപ്പോഴും കുടിക്കരുത് കേട്ടോ. അത് നമ്മൾ പീരീഡ്സ് ആവണ ടൈം വരുമല്ലോ, അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുൻപ് മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ കറക്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാനും അതുപോലെ തന്നെ വയറുവേദനയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും നമുക്ക് സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.